കണി കാണാം നമുക്ക്. കണി കാണണ്ടേ? അമ്മയുടെ കണ്ണം വാ ഏട്ടാ വാ. ലൈറ്റ് അടിച്ചല്ലേ? മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂരി കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ലോകമെമ്പാടുള്ള എല്ലാ മലയാളികൾക്കും എന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഹാപ്പി വിഷു പറഞ്ഞിട്ട് ഹാപ്പി വിഷു. അപ്പൊ നമ്മുടെ വിഷു സെലിബ്രേഷൻ ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിഷു ദിവസം എങ്ങനെയാന്നുള്ളത് നമുക്ക് ഇന്ന് കാണാം. അപ്പൊ രാവിലെ തന്നെ കിച്ചണിലാണ് കേട്ടോ. നമുക്ക് വിഷു സദ്യയെല്ലാം ഉണ്ടാക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരത്തെ പണി തുടങ്ങി ഓരോരോ കറികളായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വിഷു ആഘോഷത്തിലേക്ക് കിടക്കാം. നമുക്കുണ്ടല്ലോ പച്ചടി ആയിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ ആക്കി വെച്ചിന്. കുമ്പളങ്ങ പച്ചടി, പിന്നെ ഓലൻ റെഡി ആയിട്ടുണ്ട്, പിന്നെന്താ അവിയലും റെഡി ആയിട്ടുണ്ട്. പിന്നെ സാമ്പാറിനും കൂട്ടുകറിക്കും ഉള്ളത് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഫിനിഷ് ചെയ്യാൻ ബാക്കിയുണ്ട് അത്ര. ഇനി വിഷു ആയാലും ഓണായാലും എല്ലാം നമ്മൾ പെണ്ണുങ്ങൾ എന്തായാലും കിച്ചണിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കണം. പക്ഷെ കുഴപ്പമില്ല, നമുക്കത് ശരിക്കും അങ്ങനെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു എൻജോയ്മെന്റ് ആയിരിക്കും. ഇത് വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സദ്യയെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റോടെ ആയിരിക്കുമല്ലോ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവുക. നമ്മളെ കണ്ണൂരെല്ലാം ഉണ്ടല്ലോ ചിലപ്പോൾ ബിരിയാണിയും നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം ഉണ്ടാക്കും വിഷുവിനും ഓണത്തിനെല്ലാം. നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കല്ലേ. നമുക്ക് എന്തായാലും വിഷുവിനും ഓണത്തിനും സദ്യ തന്നെയാണ് ഉണ്ടാക്കല്. ചിലപ്പോൾ അതിന്റെ കൂടെ നോൺ വെജ് എന്തെങ്കിലും ആക്കും. പക്ഷെ മെയിൻ ആയിട്ട് സദ്യ തന്നെയാണ് ആക്കല്. അമ്മ ഹാപ്പി വിഷു. ഹാപ്പി വിഷു മോളെ. എല്ലാവർക്കും അല്ലേ? എല്ലാവർക്കും വിഷു ആശംസകള്. നമ്മളെ പണി ഏകദേശം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂട്ടുകറിക്കുള്ള ചേനയാണ്. ഇത് എന്റെ ശത്രുവാണ് കേട്ടോ. ഇത് തൊട്ടാ ഞാൻ ഇന്ന് വൈകുന്നേരം വരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അമ്മ മുറിച്ച് ഒരു കഷ്ണം നേരത്തെ ആടി ഉണ്ടായിരുന്നു. അത് തൊട്ടിക്കാൻ ഇതിപ്പോ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നത്. അമ്മോ ചിലവർക്ക് അങ്ങനെയാണോ ഒന്ന് അതിന്റെ ആ സാധനം ചൊറിയുന്ന സാധനം ഭയങ്കര ചൊറിച്ചല്ല എനിക്ക്. ചിലവര് ചേന വിട്ട് ആക്കി ചൊറിയുന്ന തൊണ്ട ചൊറിയും ചിലവർക്ക് ചേമ്പ് ചേന. എല്ലാരും വിഷു തിരക്കിലായിരിക്കും. നമ്മള് ഇത് വീഡിയോ എടുക്കുമ്പോഴേക്ക് ഇറങ്ങുമ്പോഴേക്ക് നമ്മൾ വിഷു എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇപ്പം നമ്മള് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ എല്ലാരും വിഷുവിന്റെ തിരക്കിലായിരിക്കും. ഓണത്തിന്റെ ഇടക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്നാലും നമുക്ക് വിഷുവിന്റെ ഇടക്കാണ് കേട്ടോ പുട്ടുകച്ചവടം. എന്നാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും വേണമല്ലോ. കറിയെല്ലാം ആക്കുന്നതിന്റെ ഇടയ്ക്ക് ലാസ്റ്റ് അത് മറക്കും. അതുകൊണ്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. സാധാരണ ഏട്ടനും തക്കടും കൂടി ഉണ്ടാവല്ലേ. ഇപ്രാവശ്യം അവരില്ല. നമ്മൾ എറണാകുളത്തേക്ക് അന്ന് പറഞ്ഞില്ലേ ഞാൻ വീഡിയോയിൽ. ഈ സമയത്ത് കറക്റ്റ് പോയതുകൊണ്ട് അവർക്ക് ലീവിന്റെ പ്രശ്നമുണ്ട്. പിന്നെ തക്കുടിന്റെ അച്ഛൻ മരിച്ചിട്ട് 1 വർഷം ആയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വിഷു സെലിബ്രേഷനും ഇല്ല. അതുകൊണ്ട് പിന്നെ അത് രണ്ടും ഉള്ളത് കൊണ്ട് അവർ പിന്നെ വന്നിട്ടില്ല. നമ്മളിപ്പല്ലേ അങ്ങോട്ട് പോയിട്ട് വന്നേ. അതുകൊണ്ട് അവരെ മിസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ തക്കടും കൂടെ രാവിലെ തന്നെ കറിയെല്ലാം ഏകദേശം സെറ്റാക്കി അമ്മ കുറച്ച് റെസ്റ്റ് കിട്ടലുണ്ട്. നമ്മളൊരു 8:30-9 തന്നെ ഫുള്ള് പണി ഫിനിഷ് ചെയ്യലുണ്ട്. അപ്പൊ ഇന്ന് ഇപ്രാവശ്യം അവരില്ലാത്തതുകൊണ്ട് ഒരു മിസ്സിങ് ഉണ്ട്. 4-5 ദിവസം ലീവ് നമ്മൾ പോയപ്പോൾ അവരെടുത്തില്ലേ 4 ദിവസം.
അതുകൊണ്ട് പിന്നെ എന്തായാലും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടൂലല്ലോ. പിന്നെ ഈ കേസും കൂടെ ഉള്ളതുകൊണ്ട് ഒഴിവാക്കിയതാണ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അച്ഛൻ തിരക്കിലാന്നേ രാവിലെ. ആകെ ഇതേ പണിയെടുത്ത് വന്നിട്ട് അന്ന് വലിയ ഗുമ്മിലിരിക്കുന്നു. എന്താ ഒന്നും പറയാനില്ലേ? ഒന്നും പറയുന്നില്ലേ? വീഡിയോ ഓഫ് ആക്കിട്ട് പറയാന്നല്ലേ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. 2 വിസിലായോ അമ്മ? അതെ. അമ്മ എന്തെടുക്കാനായെന്ന് ചോദിച്ചേ? പുട്ടാ. അതായിട്ടുണ്ടാവും. അത് ലാസ്റ്റ് ഇത് കൂടെ കുറച്ച് തൽക്കാലത്തേക്ക് ഉണ്ട്. ചോറിനും അതിന് 2നും വെക്കാൻ നേരം. നമ്മളെ പണി ഫാസ്റ്റ് ആയിട്ട് രാവിലെ തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ വിഷു തലേന്നത്തെ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ രാത്രി ചെയ്തു വെച്ചത് എല്ലാ കറിക്കും ഉള്ള കഷ്ണങ്ങൾ രാത്രി തന്നെ മുറിച്ച് സെപ്പറേറ്റ് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജ് കയറ്റി വെക്കും കേട്ടോ. പിന്നെ വെളുത്തുള്ളി എല്ലാം ഇരിഞ്ഞു വെക്കും. അതുപോലെ തന്നെ തേങ്ങ ഫുള്ളായിട്ട് എല്ലാത്തിനും വേണ്ടിയിട്ട് ചിരണ്ടി വെക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ രാത്രി ചെയ്തു വെച്ചാൽ രാവിലെ ടപ്പേന്ന് വന്നിട്ട് പണി തീരും കേട്ടോ. അത് നമ്മൾ എന്ത് വിഷു ആയാലും ഓണായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചേട്ടി പുതിയ ഉടുപ്പല്ലിട്ട് സുന്ദരിയായിന് കേട്ടാ. കേട്ടാ കണ്ണാ? നല്ല രസമുണ്ട്. തറക്കുന്നൊക്കെ പോയല്ലോ ഇത്. അല്ലല്ലോ. ഹാപ്പി വിഷു ഏട്ടാ. ഹാപ്പി വിഷു എല്ലാവർക്കും. ഏട്ടന് ഞാൻ ചന്ദനക്കുറിയൊന്നും തൊട്ടിട്ടുണ്ട്. ഏട്ടൻ ചന്ദനക്കുറിയൊന്നും തൊടാൻ വിടില്ല സാധാരണ. ഇന്ന് ചന്ദനക്കുറിയൊന്നും തൊട്ട് കൊടുത്തിട്ടുണ്ട്. അമ്മിനിച്ച് മാച്ചിങ് ആണ് ഏകദേശം. അച്ഛൻ മാച്ചിങ് അല്ല അല്ലേ? അപ്പൊ പണിയെല്ലാം കഴിഞ്ഞ് ഫുഡ് അച്ഛനെ കാണിച്ചു കൊടുത്തു. അമ്മ കാണിച്ചു കൊടുത്തു. ചോറും കറിയും എല്ലാം റെഡിയാക്കി സദ്യന്റെ എല്ലാം. എന്റെ കുളിയും കൂടെ കഴിഞ്ഞു കേട്ടാ. അമ്മയും കുളിച്ച് മാറ്റി, എല്ലാരും കുളിച്ച് മാറ്റി അല്ലേ കണ്ണാ? മാറ്റിയല്ലോ. അപ്പൊ വിഷു ആഘോഷം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയെന്ന്. ഇനിയിപ്പോ കാര്യമായിട്ടൊന്നുമില്ലല്ലോ. ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിക്കണം. അതന്നെ മെയിൻ ആയിട്ട് വിഷുവിന്റെ ആഘോഷം. സദ്യ കഴിക്കണം എന്നുള്ളത്. പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മ. ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ വിഷുവിൻ്റെ മെയിൻ ഐറ്റം കൈനീട്ടം കൊടുക്കൽ പരിപാടിയാണ്. അപ്പോൾ നിച്ചൂട്ടി ഇതാ നിച്ചൂട്ടിൻ്റെ 3ാമത്തെ കൈനീട്ടം വാങ്ങിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം 3 വർഷമായില്ലേ. നിച്ചൂട്ടിനെ വിഷുവിൻ്റെ ദിവസമാണ് പ്രസവിച്ചിട്ട് ഞാൻ ഡിസ്ചാർജായി വന്നത്. ഒരു വിഷുവിൻ്റെ ദിവസമാണ് കേട്ടോ, 2021. അതുകൊണ്ട് വിഷു എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ പ്രസവിച്ച് എല്ലാം ഡിസ്ചാർജായി വീട്ടിൽ വന്നത് വിഷുവിൻ്റെ അതേ ദിവസമാണ്. കാരണം വീട്ടിലേക്ക് കയറിയത്. അതുകൊണ്ട് നമുക്ക് വിഷു എപ്പോഴും സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരോടും അച്ഛൻ്റെയും അമ്മമ്മേൻ്റെയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഏട്ടനും എല്ലാവരുടെ കൈമൊന്നും വിഷു കൈനീട്ടം വാങ്ങി നിച്ചൂട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ്റെ വക നമുക്ക് എല്ലാവർക്കും ഉള്ള കൈനീട്ടം കിട്ടി. ഏട്ടനും ഞാനും അമ്മയും എല്ലാവരും കൈനീട്ടം വാങ്ങി. അച്ഛനും അമ്മേൻ്റെ എല്ലാം കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ വേറെ ആരും ഇപ്പോൾ തരാനില്ലല്ലോ. അതുകൊണ്ട് ഇവർ കയ്യിൽ നിന്നുള്ള കൈനീട്ടം തന്നെയാണ് നമുക്ക് വലിയ കാര്യം. അമ്മക്കും കൊടുത്തു അച്ഛൻ. നമുക്ക് ഉള്ളവർക്ക് എല്ലാവർക്കും തന്നു. ബാക്കിയുള്ളവർ രണ്ടാളതും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു നമ്മൾ. നിച്ചോ കൈനീട്ടം കിട്ടിയാ? കൈനീട്ടം കിട്ടിയ പൈസ ആർക്കാ കൊടുക്കുന്നേ? പന്നിപ്പെട്ടിയിലിടാനാ? നിച്ചുവിന്റെ ഭണ്ണാരത്തിലിടാനാ? നോക്കണേട്ടാ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേട്ടാ. മോള് പ്രസ് ചെയ്തിട്ടില്ല അതാണ്. ഒന്നിക്കോ. രണ്ടോട്ടം മടക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട വാവ. ഒന്ന് പ്രസ് ചെയ്തോട്ടാ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്. ഗുഡ് ഗേൾ. ഓക്കെ ഇങ്ങോട്ട് വെക്ക്. ഗുഡ് ഗേൾ. കൊടുക്ക് കയ്യില്. പിന്നെ അച്ഛന്റെ വകയുള്ളത് പന്നിപ്പെട്ടിയിലിട്ടോ. അടുക്കേ അമ്മേന്റെ വക കൈ നീട്ടാനേ. പന്നിപ്പെട്ടിയിലിട്ടോ. അത്ര മതി. ഓക്കേ ഗുഡ് ഗേൾ. സൂപ്പർ. എല്ലാവർക്കും അതല്ല, എല്ലാവർക്കും വിശ്വാസംസകൾ. ആശംസകൾ. അങ്ങനെ പറ്റൂല. അതെ വേണ്ട വണ്ണാരപ്പെട്ടിയിൽ മതി. അതവിടെ വെക്ക്. കളിപ്പൂച്ചേ ഹാപ്പി വിഷു പറ.
ഹാപ്പി വിഷു പറ. തന്നു പറ. ഹാപ്പി കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടനും തക്കടും വീഡിയോ കോൾ ചെയ്തു കേട്ടോ. വല്ലാണ്ട് മിസ് ചെയ്യുന്നു. കാണുമ്പം ഭയങ്കരമായിട്ട് സങ്കടമായി. ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അല്ലേ ഒരു രസമില്ലൂ ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളിൽ. അതുകൊണ്ട് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അടുത്ത വർഷം അടിച്ചു പൊളിക്കാം. ഇനി ഓണമെല്ലാം വരുന്നില്ലേ, ഓണത്തിലെല്ലാം അടിച്ചു പൊളിക്കാം. പായസം എന്തായി? പായസം ടൈറ്റായി വരുന്നുണ്ട് മോളെ. ഏകദേശം റെഡിയായി അല്ലേ? കുറച്ച് പാലൊഴിക്കണം. ഇത് മിൽക്ക് മെയ്ഡ് കുറച്ച് അധികം മധുരാക്കണ്ടല്ലേ. ഫിനിഷ് ഒന്ന് ബ്ലെൻഡ് ആവണ്ടേ അവളെ. പാൽപ്പായസാണ് ആക്കുന്നത് നമ്മള്. കുറച്ച് 10 മിനിറ്റ് നന്നായിട്ട് വന്നടിഞ്ഞോട്ടെ. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ സദ്യ വിഭവങ്ങള്. സാമ്പാറ്, കൂട്ടുകറി, പച്ചടി, അവിയല്, ഓലൻ, ക്യാബേജ് തോരൻ, ചെമ്മീൻ കറി. അപ്പൊ ഇത്രയാണ് സദ്യയിലുള്ളത്. ഇനി പപ്പടും മീൻ ഫ്രൈയും കൂടിയുണ്ട്. നമ്മളുണ്ടല്ലോ, നമ്മൾ വിഷുവിനും ഓണത്തിനും ആക്കുന്നത് നമ്മൾ ചുറ്റിലുള്ള ഇത്താത്തമാർക്കെല്ലാം ഷെയർ ചെയ്യും കേട്ടോ. പെരുന്നാളിന് അവർ ഇങ്ങോട്ടേക്കും തരും. അങ്ങനെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി എല്ലാ കറികളും ഓരോരോ കോപ്പയിലാക്കിയിട്ട് നമ്മുടെ ചുറ്റിലും ഒരു 4-5 വീടുകളും ഉണ്ട്. അപ്പം 5 വീട്ടിലും എത്തിക്കണം. അതാണ് അടുത്ത പരിപാടി. ഇപ്പം 12 മണി കഴിഞ്ഞ സമയം. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ എല്ലായിടത്തും എത്തിക്കും കേട്ടോ, അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടെല്ലാം സെറ്റാക്കാം. ഇങ്ങനെ നമ്മൾ എല്ലാ പാത്രത്തിലും കുറച്ച് ഇങ്ങനെ ആക്കിയിട്ട് എല്ലാ വീടുകളിലും എത്തിക്കും. അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾക്ക് അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ വേഗം നമ്മളെ ഇഷ്ടത്തോടെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. കുറേ ആൾക്കാർക്ക് എത്തുമല്ലോ, നമ്മളുണ്ടാക്കി നമ്മൾ കഴിക്കുന്നതിനേക്കാളും കുറേ ആൾക്കാർക്ക് എത്തുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇങ്ങനെ ഞാനും അമ്മയും കൂടെ ഓരോന്നോരോന്ന് ഫില്ല് ചെയ്തിട്ട് ഓരോ വീടുകളിൽ കൊണ്ടു കൊടുക്കും കേട്ടോ. അതാണ് അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത്. അത് ഉച്ചയ്ക്ക് മുമ്പേ 1 മണി 1:30ക്കുള്ളിൽ 1 മണിക്ക് മുന്നേ ആയിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോ കുറേ പാത്രം സംഘടിപ്പിച്ച് വെക്കണം. അങ്ങനെ ആക്കിയിട്ട് ഫില്ല് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കും. നിച്ചുക്കണ്ണൻ അതിൻ്റെ ഇടയിൽ പായസം കുടിക്കുന്നുണ്ട്. പായസം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിലിട്ട് അളുമ്പി ഉണ്ണിക്കണ്ണൻ വണ്ണ തിന്നുന്ന പോലെയാണ് പായസം എല്ലാം കുടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി എടുത്തിട്ട് നടക്കുമെന്ന്. ഞാൻ താലപ്പൊലി എടുത്ത് നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. താഴെ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. 2-3 ഐറ്റം അതിൻ്റെ കൂടെ തന്നെ പായസവും പിന്നെ ഉണ്ണിയപ്പവും എല്ലാം കൂടെ കൊടുക്കും. അപ്പോൾ ഒരു നടത്തത്തിൽ തന്നെ എല്ലാ വീടുകളിലും എത്തിക്കാമല്ലോ എന്ന് വെച്ചിട്ട് എല്ലാം കൂടെ അങ്ങനെ കൊണ്ട് കൊടുക്കുകയെന്ന്. ഞാനും അമ്മയും 2 ആളും ഓരോ വീട്ടിലും പോകുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒറ്റ ട്രിപ്പിൽ എല്ലാം കൂടെ നടക്കുള്ളൂ. അവിടെ എല്ലാം കൊടുത്തു. പിന്നെ തക്കുടൂൻ്റെ വീട്ടിലേക്കും കൊടുത്തു വെച്ചു കേട്ടോ. അവർക്ക് വിഷു ഇല്ലല്ലോ, അതുകൊണ്ട് പിള്ളേർക്ക് സദ്യ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് തക്കുടൂൻ്റെ അനിയനെ വിളിച്ചിട്ട് അവൻ്റെ കയ്യിലും കൊടുത്തു വെച്ചു വീട്ടിലേക്ക്. അങ്ങനെ മൊത്തം 5-6 വീടുകളിൽ നമ്മളെ എല്ലായിട്ടും എത്തിച്ചു. ഇനി നമ്മൾ വിഷു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാ ഐറ്റംസും ടേബിളിൽ ഇങ്ങനെ വെച്ച് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് അന്നേ കഴിക്കുക. അപ്പോൾ ചോറും കറിയും എല്ലാം വിളമ്പി കഴിക്കുന്നുണ്ട്. കുറേ ആൾക്കൊന്നും ഇത് ഡൈജസ്റ്റബിൾ ആയിരിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഈ നോൺ വെജ് കഴിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്, നമ്മളെ ട്രഡീഷൻ എങ്ങനെയാണോ അതല്ലേ നമ്മൾ ഫോളോ ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ. വിഷു തലേന്നത്തെ വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്, കണ്ണൂർ ഇങ്ങനെയാണ് മിക്ക സ്ഥലങ്ങളിലും, വടക്കോട്ടുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ട്രഡീഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മൾ അച്ഛനും അമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ള ആ ഒരു ഇത്. പക്ഷെ അതിൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു റൂളൊന്നുമില്ലല്ലോ. നമ്മളെ നാട്ടിലുള്ള ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ആരോ ഒരു കമൻറ്റ് ഇങ്ങനെ കുറേ പാരഗ്രാഫ് പോലെ അടിച്ചിട്ട് കണ്ടു. അതുകൊണ്ടൊന്ന് എടുത്ത് പറഞ്ഞതാണ്. കണ്ണൂർ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയായിരിക്കും. നമ്മൾ അങ്ങനെ സദ്യേൻ്റെ കൂടെ നോൺ വെജും ഉണ്ടാക്കാറുണ്ട് ഓണത്തിനും വിഷുവിനും ഒക്കെ. അപ്പോൾ നമ്മുടെ ഐറ്റംസൊക്കെ വിളമ്പി എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കട്ടെ. നിച്ചൂട്ടിയും ഉണ്ട്. അല്ലെങ്കിൽ സാധാരണ നിച്ചൂട്ടി ഉറങ്ങുന്ന സമയമാണ് ഉച്ചക്ക്. ഇന്ന് ഉറക്കാതെ വെച്ചു. കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി ഉറക്കാണ്ട് വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസും വിളമ്പിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കഴിക്കട്ടെ. അങ്ങനെ അടിപൊളി വിഷു സദ്യയെല്ലാം കഴിഞ്ഞു. നമ്മൾ ഉണ്ടാക്കിയോണ്ട് പറയാനുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. നല്ല എല്ലാവർക്കും ഇഷ്ടമായി. നമുക്ക് മൊത്തം ഷെയർ ചെയ്തല്ലോ. നമ്മൾ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നതിനേക്കാളും എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോൾ അത് വേറെ തന്നെ ഒരു സന്തോഷമല്ലേ. നിങ്ങളുടെ നാട്ടിലെല്ലാം എങ്ങനെയാന്ന് അങ്ങനെ ഷെയർ ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങളെ വീട്ടിൽ എന്തെല്ലാം കറി ഉണ്ടാക്കി എന്നുള്ളത് കമന്റ് ചെയ്യണേ. നമ്മൾ ഒരു 7-8 ഐറ്റത്തോളം ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അപ്പം നിങ്ങൾ എന്തൊക്കെ വിഷുവിന് വിഭവങ്ങളാണ് ഉണ്ടാക്കിയ, എന്ത് പായസം ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി ഞാൻ നിച്ചുട്ടിനെ ഉറക്കാൻ പോകുന്നു. ഫുഡെല്ലാം കൊടുത്തിട്ട് അതിൽ പൗഡറെല്ലാം എടുത്ത് തട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിച്ചുട്ടി അവിടെ വെക്ക്. അപ്പൊ ഇനി നിച്ചുട്ടിനെ ഉറക്കട്ടെ. ഉറങ്ങേണ്ട സമയം കഴിഞ്ഞ് എനിക്കും കുറച്ച് ക്ഷീണമുണ്ട്. ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട്. കുറച്ച് നേരം ഇനി റെസ്റ്റ്. എന്താ നിച്ചോ
വരുന്നുണ്ടാ? വാ വരൂ കുട്ടി. അപ്പൊ നമ്മള് ഉറങ്ങാൻ കിടന്നിട്ട് നിച്ചുവിനെ ഉറക്കി. ഞാനും നല്ല പോത്ത് പോലെ കിടന്നുറങ്ങിട്ടാ. നല്ലോണം ഉറങ്ങിപ്പോയി. വിഷു കഴിഞ്ഞിട്ട് ആ ക്ഷീണം മാറ്റി ഫുഡും കഴിച്ചിട്ടുള്ള ഒരു ഉറക്കത്തിന്റെ സുഖം പ്രത്യേക സുഖമെന്നല്ല. പക്ഷെ രാത്രി നമുക്ക് നല്ല പണി കിട്ടും ഉറക്കം വരാണ്ട്, അത് വേറെ കാര്യം. അമ്മയും നിച്ചൂട്ടി നല്ല ഉറക്കം ഉറങ്ങിയാലേ കണ്ണേ. മാങ്ങ എന്നിട്ട് നാവും മഞ്ഞ കളറ് ആയിട്ട പന്ന. എന്നിട്ട് നമ്മള് വണ്ടി കയറിയിട്ടുള്ളത്. നമ്മള് പുതിയ വണ്ടി വാങ്ങി. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഞാൻ പോസ്റ്റും സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിന്. അതിന്റെ വ്ളോഗ് ഉണ്ട് കേട്ടോ. വരാം. മിക്കവാറും വിഷുവിന്റെ വ്ളോഗ് ആദ്യം ഇടാല്ലോ കേട്ടാ. എന്നുവെച്ചാൽ കൊറേ ദിവസം കഴിഞ്ഞിട്ട് വിഷുവിനെ കാണുമ്പോ രസം ഉണ്ടാവില്ലല്ലോ. അതിന്റെ വ്ളോഗ് ഇടാൻ സമയം കിട്ടിയിട്ടില്ല. നമ്മുടെ എറണാകുളത്തെ വ്ളോഗെല്ലാം പെൻഡിങ് ഉണ്ടായതുകൊണ്ട് അതിന്റെ വീഡിയോ ഉടനെ ഇടാട്ടാ. അപ്പൊ അതിന് മുന്നേ ആയിട്ട് വിഷുവിന്റെ വീഡിയോ നിങ്ങൾ കാണും. അപ്പൊ വണ്ടീന്റെ ഡീറ്റെയിൽസ് എല്ലാം ആ വീഡിയോയിൽ പറയാട്ടാ. അപ്പൊ അതിലിപ്പോ ഏട്ടൻ എന്തോ സെറ്റിങ്സ് എല്ലാം ആക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിച്ചൂട്ടിയും ചൂടെടുത്തിട്ട് കുറച്ചു നേരമെങ്കിലും AC യിൽ കയറാലോ. ഏതായാലും ഇവിടെ AC വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കയറിയിരുന്നതാണ്. വിഷു ആയിട്ട് എടി പോയിട്ടൊന്നുമില്ല. എന്നാ ഏട്ടാടി പോവാഞ്ഞിനി? വിഷുവിന് തന്നെ നമ്മളവിടെ പോരില്ല. ഉച്ചക്ക് ശേഷം എല്ലാരും പുറത്തിറങ്ങും. നല്ല തിരക്കായിരിക്കും. പണ്ടേ ശീലമില്ല അത്. വിഷുവിനും ഓണത്തിനൊന്നും അങ്ങനെ ഫുഡും കഴിച്ചിട്ട് ചിലവരെല്ലാം അങ്ങനെ പുറത്തു നോക്കില്ലേ. അങ്ങനെ ശീലമില്ല. ഭാര്യ വീട്ടില. ഭാര്യ വീട്ടിൽ പോയിക്കൂടെ എന്നാല്? ഭാര്യ വീട്ടിൽ പോകുന്നില്ലാന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇടക്ക് പോകാൻ അച്ഛനും എന്റെ അമ്മ വന്നതല്ല നിച്ചുവിന്റെ ബർത്ത്ഡേക്ക്. പിന്നെ ചേച്ചി എല്ലാരും ഉണ്ടായിനി. പിന്നെ അവരെ കൊണ്ടാക്കാൻ പോവാൻ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിനി. മിനിയാന്നല്ലേ പോയത്. അപ്പൊ ഇന്ന് വീണ്ടും പോകണ്ടെന്ന് വെച്ചോ ക്ഷീണത്തിന്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും പോണം. അതുകൊണ്ട് ഇന്ന് പിന്നെ മെയിൻ ആയിട്ട് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മള് എന്റെ വീട്ടില് വിഷു ആക്കൂല. ഞാൻ കഴിഞ്ഞ വിഷുവിനും പറഞ്ഞിട്ടില്ല. വിഷുവിനും ഓണത്തിനും എല്ലാം നമ്മള് തറവാട്ടിലാണ്. അച്ഛന്റെ അനിയന്മാരും എല്ലാരും കൂടി തറവാട്ടിലാണ് ഉണ്ടാവുക. അച്ഛൻ എന്റെ സ്വന്തം വീട്ടില് ഉണ്ടാവൂല. അച്ഛൻ രാവിലെ കടിയണ്ട ഉടനെ എല്ലാരും തറവാട്ടിലേക്ക് പോവും. എന്നിട്ട് അവിടെയാണ് എല്ലാരും കൂടെ സെലിബ്രേഷൻ. അപ്പൊ വീട്ടിലേക്ക് പോയിട്ട് ഇന്ന് കാര്യമില്ല. രാത്രി വരെ അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ മെയിൻ ആയിട്ട് ഇന്ന് പോണ്ടെന്ന് വെച്ചേ. വേറെ ദിവസം പോവാന്ന് വെച്ചു. ഒന്ന് ഡ്രൈവ് ചെയ്യുന്ന ആരാ വണ്ടി ഓടിക്കുന്നേ? നാനോ? എന്ത് വണ്ടി? നാന്. എല്ലാരും വിഷു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ. അമ്മ അതാടെ ഫോണും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. ഫുഡ് രാത്രിയൊക്കെയുള്ള ഫുഡ് ഉണ്ട്. അതൊരു സമാധാനമാണ്. നമ്മള് കറക്റ്റ് ആണ് എന്നിട്ട് എല്ലായിടത്തും ഷെയർ ചെയ്ത് നമുക്ക് കറക്റ്റ് രാത്രിയും കൂടെ കഴിക്കാനുണ്ട്. അല്ലെങ്കിൽ നമ്മളെ മറ്റേ സ്ഥിരം ട്രോളിൽ കാണുന്ന പോലെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് നാളെ എടുത്ത് മറ്റന്നെടുത്ത് 2-3 ദിവസത്തേക്ക് എടുക്കേണ്ട അത്ര ക്വാണ്ടിറ്റി ഇല്ല. നമ്മളെല്ലാം ഷെയർ ചെയ്ത് അങ്ങനെ കറക്റ്റ് ക്വാണ്ടിറ്റി ആണ്. നാളത്തേക്ക് ഉണ്ടാവുമായിരിക്കും കുറച്ച് കറി ചെറുതെല്ലാം ഉച്ചക്ക്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഒരു കുഞ്ഞു വിഷു സെലിബ്രേഷൻ ആയിരുന്നു. സമയം രാത്രി 11 മണിയാവാനായി. അപ്പാണ് ഔട്ട്റോ എടുക്കുന്നത്. നല്ലോണം ടയേർഡായിട്ട് ഇന്ന് ഫുള്ള് ഓട്ടവും പാച്ചലും എല്ലാം ആയില്ലേ. പിന്നെ ചൂട് അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല. എവിടെയല്ലോ മഴ പെയ്യുന്നെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു മഴത്തുള്ളി പോലും ഇല്ല. അതുകൊണ്ട് ചൂട് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ക്ഷീണം പിടിച്ചു സത്യം പറഞ്ഞാല്. ഇനി ഉറങ്ങാൻ പോവാന്ന് നിച്ചുട്ടിനെല്ലാം റെഡിയാക്കിയിട്ട് ഇനി ഉറങ്ങണം. കുറച്ചേരം ബിഗ് ബോസ് എല്ലാം കണ്ട്. ലാലേട്ടൻ നമ്മുടെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്കെല്ലാം വന്നല്ല. അതെല്ലാം കുറച്ചേരം കണ്ടു നിന്ന് ഇനി നമുക്ക് ഉറങ്ങാം. എല്ലാവരും വിഷു ആഘോഷം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാട്ടാ. എല്ലാവരും വിഷു ആഘോഷം നമുക്ക് എങ്ങനെയാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലോ. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.